ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ ആദിമ മനുഷ്യൻ ഗിരി ഗുഹാന്തരങ്ങളിലും പർവ്വതങ്ങളിലുമൊക്കെ ഘോരമായ വനത്തിലുമൊക്കെയാണ് കഴിഞ്ഞിരുന്നത്. അന്ന് അവൻ്റെ വാസസ്ഥലം വലിയ ഗുഹാഗഹ്വരങ്ങളാണ്. പാറക്കൂട്ടങ്ങളടിയിലുള്ള നനയാതെയും വെയിലടിക്കാതെയുമുള്ള സ്ഥലങ്ങൾ. അന്നവൻ അവൻ്റെ നഗ്നത മറച്ചിരുന്നത് ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ തോല്, മൃഗങ്ങളുടെ ചർമ്മം, വലിയ വീതിയുള്ള ഇലകൾ കൊണ്ട് വസ്ത്രം മാതിരി നഗ്നത മറച്ചിരുന്നു. അന്നും ഇന്നും അവന് ഒരു കുടുംബസ്ഥൻ്റെ രീതിയിൽ കുട്ടികളും തൻ്റെ സഖിയായ ഒരു സ്ത്രീയുമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് മനുഷ്യൻ കൃഷി, പശുപാലനം ഇതൊക്കെ തുടങ്ങിയത്. പച്ചയായ ആഹാരങ്ങൾ, ഫലങ്ങൾ ഭക്ഷിച്ചു. കാട്ടുതീയിൽ വെന്ത ആഹാരം കഴിച്ച് രുചിച്ചു. അവന് ഒരു സ്വഭാവമായി തീർന്നു. പിന്നീടാണ് മൃഗങ്ങൾ കാട്ടുതീയിൽപ്പെട്ട വെന്തെരിഞ്ഞപ്പോൾ അത് ഭക്ഷിച്ചു. അങ്ങനെ അവൻ പാചകകലയിൽ പ്രവീണനായി. പശുപാലനങ്ങൾ തുടങ്ങി. ഇഷ്ടമൃഗങ്ങൾ തോഴന്മാരായി. പട്ടി, ചെന്നായ ഇതൊക്കെ മനുഷ്യനോട് ഇണങ്ങുന്ന ജീവികളാണ്. മനുഷ്യനങ്ങനെ ഒരു സമൂഹമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ചില നിയമങ്ങളൊക്കെ വേണ്ടി വന്നു. ആ മനുഷ്യൻ കൃഷിയും വാണിജ്യവും ദേശാടനവും, പശുപാലനം ചെയ്യുമ്പോൾ പുല്ല്, ആഹാരം ഇതിൻ്റെയൊക്കെ ലഭ്യത അനുസരിച്ച് മാറി മാറി താമസിച്ചു. മിക്കവാറും വലിയ നദീതീരങ്ങളായിരുന്നു മനുഷ്യൻ്റെ ആദ്യത്തെ വാസസ്ഥലങ്ങൾ. അവിടെയാണ് സംസ്കാരം ഡെവലപ്പ് ചെയ്തത്. സിന്ധു എന്ന വാക്കിൽ നിന്ന് തന്നെയാണ് ഹിന്ദു എന്ന വാക്കുണ്ടായത്. സിന്ധു ഗംഗാതട സംസ്കാരം എന്ന് പറയും. അപ്പോൾ അവന് വെള്ളം വേണം, പശുക്കളെ സൂക്ഷിക്കാനുള്ള ഇടമുണ്ട്, ധാരാളം പുല്ലുണ്ട്, അവന് വിശ്രമിക്കാനും നടക്കാനും ഒക്കെയുള്ള പരിസ്ഥിതികൾ വേണം. അങ്ങനെ മനുഷ്യൻ മുൻപോട്ട് ഓരോ പടി കടന്ന് അവൻ്റെ വിചാരധാരയും ജീവിതവും ഒക്കെ പരിഷ്കരിക്കപ്പെട്ടു. അങ്ങനെ പരിഷ്കരിക്കപ്പെട്ട് വരുന്ന സമയത്ത് പിന്നീട് നല്ല നിലാവുള്ള രാത്രികളിലും നല്ല വെളിച്ചമുള്ള പകൽ സമയത്തൊക്കെ വേട്ടയാടലും ആഹാരവും ഒക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് അവൻ വിനോദ കാര്യങ്ങളിൽ ഏർപ്പെട്ടു. അങ്ങനെ ആണ് കലകൾ ഡെവലപ്പ് ചെയ്തതും. ആദ്യകാലത്ത് ശിലാഖണ്ഡങ്ങൾ കൊണ്ട് ആയുധങ്ങളാക്കി. പിന്നെ ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി അവൻ മറ്റായുധങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. ശിലയിൽ രൂപങ്ങൾ, അതായത് ശില്പങ്ങൾ, മണ്ണിൽ, ആറ്റിൻ്റെ തീരത്ത് ധാരാളം നല്ല കുഴഞ്ഞ മണ്ണുണ്ട്. അതുകൊണ്ട് മണ്ണുകൊണ്ട് രൂപങ്ങളുണ്ടാക്കി. അങ്ങനെ മനുഷ്യൻ പിന്നീട് തെങ്ങിൻ്റെ ഓല, പുല്ല് കൊണ്ട് വീട് മേഞ്ഞു തുടങ്ങി. മൃഗങ്ങളെ സംരക്ഷിച്ചു തുടങ്ങി. നല്ല വെള്ളത്തിന് വേണ്ടി അവൻ ഭൂമിക്കടിയിൽ ഭൂഗർഭ ജലമുണ്ടെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്ന് മനുഷ്യനൊരു പരിഷ്കാരിയായി. അവൻ്റെ വിചാരധാര മാറി. ലിപി ഉണ്ടായപ്പോൾ അത് എഴുതാനായിട്ട് മഷി കണ്ടുപിടിച്ചു. മഷിയിൽ നിന്ന് പിന്നെ പരിഷ്കരിച്ചാണ് അത് എഴുതാനുള്ള
ഭോജപത്രം എന്ന് പറഞ്ഞ് ഹിമാലയത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ തൊലിയുണ്ട്. അതുകൊണ്ട് വീട് മേയാം, എഴുതി സൂക്ഷിക്കാം, വളരെ കാലം നിലനിൽക്കുന്നതാണ്. ഭോജപത്രം എന്നാണ് അതിന് പറയുക. അത് ഏതാണ്ട് 10,000 സമുദ്രനിരപ്പിൽ നിന്ന് 10,000 കൂടുതൽ അടിയിൽ കൂടുതൽ ഉയരത്തിലാണ് ഈ വൃക്ഷങ്ങൾ കാണുകയുള്ളൂ. ഉള്ള സ്ഥലത്ത് കൂട്ടമായിട്ടുണ്ടാവും. അതുപോലെ മറ്റ് മൃഗങ്ങൾ, പാമ്പുകൾ പോലും അവിടെ വളരെ സാവധാനമേ റിയാക്ട് ചെയ്യുള്ളൂ. തണുപ്പ് കൊണ്ട് എല്ലാം വളരെ ശാന്തന്മാരാണ്. പലതരത്തിലുള്ള വൃക്ഷങ്ങൾ. പിന്നെ മനുഷ്യൻ മറ്റൊന്ന് പറയുന്നത്, സമാധിസ്ഥനായിട്ട് ഈശ്വര ധ്യാനം ചെയ്യുന്ന മനുഷ്യന് അവന് രോഗം വന്നപ്പോൾ ഭഗവാൻ തന്നെ അവൻ്റെ ഉള്ളിൽ നിന്ന് രോഗം വന്നാൽ ചികിത്സിക്കാനുള്ള മരുന്ന് അവൻ സമാധിയിൽ തന്നെ അവന് കാണിച്ചു കൊടുത്തതെന്നൊക്കെ ഞാൻ ഹിമാലയത്തിൽ താമസിച്ചിരുന്നപ്പോൾ അവിടുത്തെ പൂർവികരായിട്ടുള്ള ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന മരുന്ന് ഇന്ന രീതിയിലെടുത്ത് ഇന്ന പോലെ അരച്ച് അല്ലെങ്കിൽ വേവിച്ച് കുടിച്ചാൽ അല്ലെങ്കിൽ പരട്ടിയാൽ രോഗം മാറും. ആഫ്രിക്കൻ വനങ്ങളിലും മറ്റും ചില രോഗം വരുമ്പോൾ കുരങ്ങുകൾ പോലും ചില പ്രത്യേകതരം വൃക്ഷങ്ങളുടെ ഇലകളെടുത്ത് അതും ശരീരത്തിൽ പുരട്ട് കഴിക്കുക, അതിൽ കിടക്കുക ഒക്കെ ചെയ്യാറുണ്ട്. അതും ആ സംസ്കാരം തന്നെയാണ്. അങ്ങനെ മനുഷ്യൻ പിന്നെ ഭാഷ കണ്ടുപിടിച്ചു, എഴുതി ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കാൻ തുടങ്ങി. അവൻ്റെ വിചാരധാരകൾ അവൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു. ബോധവൽക്കരണം എന്ന ഒരു മാർഗത്തിലേക്ക് വന്നു. അങ്ങനെയാണ് ഈ സംസ്കാരം അല്ലെങ്കിൽ വിചാരം, അവന് ലളിതമായ വിചാരവും ഉന്നതമായ ചിന്താഗതിയും അവൻ എപ്പോഴും സൂക്ഷിക്കാൻ തുടങ്ങി. ആഡംബരങ്ങളിൽ അവർക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഒരു വിഭാഗം ആളുകൾ ആഡംബരം വേണമെന്ന് കാക്ഷിക്കുന്നവരുണ്ട്. നല്ല ആഹാരം കൂട്ടമായിട്ടിരുന്ന് ആഹാരം കഴിച്ച് ശീലിച്ചവർ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആഹാരം കഴിക്കുന്നവർ, ഇങ്ങനെ പല രീതിയിലുള്ള ആ മനുഷ്യൻ്റെ സ്വഭാവം, മനുഷ്യൻ്റെ ആ ജീവിത രീതിയിൽ വലിയ മാറ്റങ്ങൾ വന്നപ്പോൾ അവൻ ഇനി ഒഴുകിപ്പോകുന്ന വെള്ളം തടഞ്ഞു നിർത്തി, അണകെട്ടി തടഞ്ഞു നിർത്താനും, അതുപോലെ ആഹാര സാധനങ്ങൾ ഉണക്കി സൂക്ഷിക്കുക. ചില ഈ പഞ്ചസാര പാവ് കാച്ചിയും മറ്റും ആപ്പിളും മറ്റും ഹരിയാന, UP മുതലായ സ്ഥലങ്ങളിൽ, ഒറീസയിലുമൊക്കെ ഇത് സൂക്ഷിക്കുക. ഇങ്ങനെ ആഹാരം ഇല്ലാത്ത സമയത്തേക്ക് ജലവും ആഹാര സാധനങ്ങളും സൂക്ഷിക്കാൻ തുടങ്ങി. ഇതൊക്കെയാണ് മനുഷ്യൻ പടിപടിയായിട്ട് ഓരോന്നിലും അവൻ ഡെവലപ്പ് ചെയ്തു വന്നു. അങ്ങനെ മനുഷ്യൻ പൂർണ്ണനാകുകയും പിന്നെ വാഹനങ്ങൾ, ആദ്യകാലത്ത് മൃഗങ്ങളുടെ പുറത്താണ് സഞ്ചരിച്ചത്. അത് കഴിഞ്ഞ് മൃഗങ്ങളെ കെട്ടി വാഹനങ്ങളുണ്ടാക്കി, മൃഗങ്ങൾ വലിച്ചുകൊണ്ട് പോകുന്ന വാഹനങ്ങൾ. അപ്പോൾ അതിന് വഴി വേണ്ടി വന്നു. അപ്പോൾ അവൻ വഴി വെട്ടി വീഥി ഉണ്ടാക്കി. അങ്ങനെ ധാരാളം മൃഗങ്ങളെയും വളർത്താൻ തുടങ്ങി. മൃഗങ്ങളുടെ മാംസം, അതിൻ്റെ തോല്, അതുപോലെ ഈ പാല്, ഇതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ കൃഷി അവൻ കണ്ടു. ഈ ചില വൃക്ഷങ്ങളുടെ വിത്തുകൾ വീണ് കിളിർക്കുന്നതും അത് കായ്ക്കുന്നതും കണ്ടപ്പോൾ ഇത് സ്വയമായിട്ട് ചെയ്താൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാമെന്ന് അവൻ കണ്ടുപിടിച്ചു. ഇങ്ങനെ പടിപടിയായിട്ടാണ് നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം, മനുഷ്യജീവിതം, അവനൊരു സമൂഹ ജീവിയായിട്ട് പിന്നെ മാറുകയാണ്. അപ്പോൾ സംസ്കാരമായി. അവൻ വസ്ത്രം, നമുക്കറിയാം സ്നാപക യോഹന്നാനും മറ്റുമൊക്കെ ഈ മൃഗ തോലുകൊണ്ട് കംപ്ലീറ്റ് ശരീരം മൂടിയിരുന്നു. അതുപോലെ ഈ മരവുരി കൊണ്ട്. അങ്ങനെ അത് കഴിഞ്ഞാണ് പഞ്ഞി കണ്ടുപിടിച്ചു. അതിൽ നൂലായി, പല രീതിയിൽ നൂലുണ്ടാക്കി, അതുകൊണ്ട് വസ്ത്രമായി. രാത്രിയിൽ കഴിഞ്ഞ മനുഷ്യന് സൂര്യോദയം വലിയൊരാശ്വാസമാണ്. ഹിമാലയത്തിലും മറ്റും ജീവിച്ചിരുന്നവർക്കറിയാം സൂര്യൻ അവിടുത്തെ ദൈവമാണ്. സൂര്യൻ ഇല്ലാത്തപ്പോൾ അഗ്നി ദൈവമാണ്. വായു എല്ലാവർക്കും ഒരുപോലെയാണ്. വായു സമത്വമുള്ള ആളാണ്. അവിടെ മൃഗങ്ങളെന്നോ ധനവാനെന്നോ മനുഷ്യനെന്നോ മറ്റ് ചിന്താഗതികളൊന്നുമില്ല. എല്ലാവർക്കും ജലവും വായുവും സമാനമായിട്ട് ലഭിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് അഗ്നിയെയും വായുവിനെയും ഒക്കെ ഈശ്വരീയ ശക്തിയായിട്ടും ഇതിനൊക്കെ മേലെ ഒരു സർവവ്യാപകമായിട്ടൊരു പരമാർത്ഥ ശക്തിയുണ്ടെന്നും ആ ശക്തിയുടെ ബഹിർസ്ഫുരണമാണ് അല്ലെങ്കിൽ ബാഹ്യമായ പ്രകടനമാണ് ഈ സൂര്യൻ്റെ പ്രകാശം, സൂര്യൻ്റെ രശ്മികൾ, ചൂട്, അതുപോലെ അഗ്നിനാളങ്ങൾ,
ചൂട്, വായു വീശുക, കൊടുങ്കാറ്റ് വരിക. അപ്പോൾ കാറ്റിൽ നിന്ന് രക്ഷപ്പെടാനും സൂര്യപ്രകാശത്തിൽ നിന്നും മഴയിൽ നിന്നും, മഴ വരുണനാണ്, ജലമാണ്, പഞ്ചഭൂതങ്ങൾ, ഭൂമി എല്ലാത്തിനും താങ്ങും തണലുമാണ്. എല്ലാവരും സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലാണ്. അങ്ങനെ ഭൂമിയെ പിന്നെ ദേവനായിട്ടും, നദിയെയും മനുഷ്യൻ ഗംഗ യമുന ജൈവ ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിയും ഗുരു എന്ന് പറഞ്ഞ് എല്ലാത്തിനും ഒരു പാവനത്വം, ഒരു ഈശ്വരീയത കൊടുത്തു. അങ്ങനെ സിന്ധു ഗംഗാ തടമാണ് ഏറ്റവും ഡെവലപ്പ് ചെയ്തു പോയ നമ്മുടെ സാംസ്കാരിക കേന്ദ്രങ്ങളായി മാറിയത്. ദക്ഷിണേന്ത്യയിലോട്ട് വരുമ്പം കാവേരി, കൃഷ്ണാനദി, അതുപോലെ തുംഗഭദ്ര തീരത്ത് വലിയ മഠങ്ങൾ. അങ്ങനെ മനുഷ്യൻ പിന്നെ കൂട്ടമായിട്ട് ജീവിക്കാനും സമ്പാദിക്കാനും അവന് ദാരിദ്ര്യവും ഇല്ലായ്മയുള്ള സമയത്തേക്ക് സൂക്ഷിച്ചു വെക്കാനും ഒക്കെ പഠിച്ചു. അഗ്രഹാരങ്ങളെന്ന് പറയും, ബ്രാഹ്മണർ അല്ലെങ്കിൽ മനുഷ്യർ കോളനി പോലെയുള്ള ജീവിതം. അഗ്രഹാരങ്ങളിലാകുമ്പം എല്ലാ ദിവസവും രാവിലെ എണീറ്റാൽ അവർ വീടിൻ്റെ മുറ്റം കഴുകി അവിടെ ഇതിടും, ഈ അരിപ്പൊടി കൊണ്ട് കോലം വരയ്ക്കുക. അതുപോലെ നവരാത്രി ആഘോഷങ്ങൾ, സരസ്വതി ദേവിക്ക് ഈ വിദ്യാരംഭകാലത്ത് ഇനിയിപ്പോൾ നവരാത്രി ആഘോഷങ്ങൾ വരുന്നു. അത് കഴിഞ്ഞ് നവരാത്രി കഴിഞ്ഞാൽ ഉടനെ ശബരിമല പോലെയുള്ള ഈ വലിയ മലകളുടെ മുകളിലും മറ്റുള്ള ഘോര വനത്തിലുള്ള ക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥാടനം പോവുക. അതൊക്കെ മനുഷ്യൻ്റെ മനസ്സിനൊരു ചേഞ്ചാണ്. ആ ചേഞ്ചിൽ അങ്ങനെ അവൻ പടിപടിയായിട്ട് ഉയർന്ന് എന്തോ ഒരു അദൃശ്യ ശക്തി ഉണ്ടെന്ന് അവന് മനസ്സിലായി. അതിനെപ്പറ്റി വീണ്ടും വീണ്ടും അവൻ ചിന്തിക്കാനും സ്തബ്ധനായിട്ടിരുന്ന് അല്ലെങ്കിൽ നിശ്ചേഷ്ടനായിട്ടിരുന്ന് ചില ആസനങ്ങൾ ഇരിക്കുകയും അങ്ങനെ അവന് ചില അത്ഭുത സത്യങ്ങൾ ദർശന രൂപേണ വെളിപ്പെടുകയും ചെയ്തു. അതാണ് ഭാരതീയ ദർശനങ്ങളാണ്. ദർശനം എന്ന് വെച്ചാൽ നമ്മൾ സ്പഷ്ടമായിട്ടൊരു മൃഗത്തെ അല്ലെങ്കിൽ ഒരു ദൃശ്യത്തെ കാണുന്ന മാതിരി അവന് തൻ്റെ ഉള്ളിൽ നിന്ന്, അത് അറിയുന്നവർക്കേ അറിയത്തുള്ളൂ, സമാധിയിൽ കാണുന്ന കണ്ടറിയുന്ന അറിവിനെയാണ് ദർശനങ്ങളെന്ന് പറയുന്നത്. അതവൻ പകർത്തി അവനത് തൻ്റെ അനുചരന്മാർക്ക്, തൻ്റെ ശിഷ്യന്മാർക്ക്, തൻ്റെ മക്കൾക്ക് പകർന്നു കൊടുത്തു, വിദ്യകളൊക്കെ തന്നെ. അങ്ങനെ സംഗീതം ഉണ്ടായി, പിന്നെ സാഹിത്യം ഉണ്ടായി. സംഗീതമപി സാഹിത്യം സരസ്വസ്യ സനദ്വയം ഏകം ആപാദമധുരം അന്യേത് ആലോചനാമൃതം എന്നാണ്. അപ്പോൾ നമ്മൾ പുറത്ത് കാണുന്ന അതിൽ കൂടുതൽ ചില അദൃശ്യ ദൃശ്യങ്ങളും സത്യ ദർശനങ്ങളുമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. ഉള്ളിലുള്ളതിൻ്റെ ബഹിസ്ഫുരണമാണ് പുറത്ത് കാണുന്നത്. സഗുണം നിർഗുണം എന്ന് പറയും. അതായത് സമുദ്രത്തിൽ വെള്ളം ചില സ്ഥലങ്ങളിൽ വെള്ളം ഉറഞ്ഞു വലിയ കട്ടിയാകുന്നു, പിന്നെ ആ കട്ടി വെള്ളമാകുന്നു. അത് സൂര്യപ്രകാശത്തിൽ നീരാവിയായിട്ട് പോകുന്നു. അപ്പം മാറ്റങ്ങൾ സംഭവിക്കുക, പരിണാമങ്ങൾ വരിക. പല പരിണാമങ്ങളുമുണ്ട് ഋതു ദർശനങ്ങൾ. മഴക്കാലം, വേനൽക്കാലം, പിന്നെ ഈ ഹേമന്തം, ശിശിരം, വസന്തം എന്നൊക്കെ പറഞ്ഞ് പ്രകൃതി വരുന്ന മാറ്റങ്ങളെ അവൻ വളരെ സൂക്ഷ്മമായിട്ട് പഠിച്ചു. അതിനെപ്പറ്റി അവൻ ഗവേഷണം ചെയ്തു, അതിനെപ്പറ്റി പരസ്പരം ചർച്ച ചെയ്തു, അതിനെപ്പറ്റി പരസ്പരം അവൻ അറിവുകൾ കൈമാറി. ഇങ്ങനെയൊക്കെ മനുഷ്യൻ അതിമാനുഷനായിട്ട് വന്നു. അവൻ പഴയ മൃഗീയതയും പഴയ ഗുഹാവാസത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ കൊടുങ്കാട്ടിൽ അവൻ വെറും നഗ്നത മറച്ച് കൗവീനധാരിയുടെ മാതിരി മൃഗത്തോലും മറ്റും ഉടുത്ത് കഴിഞ്ഞിരുന്ന അതിൽ നിന്ന് മാറിയിട്ട് അവന് വലിയ മാറ്റങ്ങൾ വരികയാണ്. അതോടുകൂടി മനുഷ്യൻ പിന്നെ വിദ്യകളൊക്കെ കലാപരമായിട്ടും അവൻ ചില വേഷങ്ങൾ കെട്ടി അഭിനയിക്കാൻ തുടങ്ങി. ചില സങ്കല്പത്തിലുള്ള ദേവതകളുണ്ടെന്ന് അവൻ സങ്കല്പിച്ചു. അങ്ങനെ വന്നപ്പം യമനുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്. സ്വർഗ സുഖങ്ങളും നരകങ്ങളും ഒക്കെ മനസ്സിൻ്റെ സൃഷ്ടിയല്ലോ എന്ന് പറയും. അങ്ങനെയാണ് കവിത ഉണ്ടാകുന്നത്. വാൽമീകി മഹർഷി ഒരു കാലത്ത് ഒരു ബ്രാഹ്മണക്കുട്ടിയായിരുന്നു. ഗുരുകുലവാസ കാലത്ത് പശുക്കളുമായിട്ട് കാട്ടിൽ മേയാൻ പോയി. അങ്ങനെ ചെന്നപ്പോൾ കാട്ടിലെ രാജാവിൻ്റെ അവിടെ വെള്ളത്തിന് ചെന്നു. അവിടെ 2 ദിവസം കഴിഞ്ഞു. അങ്ങനെ അവിടെ എങ്ങനെയോ തൻ്റെ കർത്തവ്യം മറന്ന് ആ കാട്ടിലെ രാജാവിൻ്റെ മകളെ വിവാഹം ചെയ്ത് അവിടെ താമസിച്ചു. അങ്ങനെ വന്ന് പശുക്കളൊക്കെ കുറേശ്ശെ രോഗം വന്നു. ചില കാട്ടുമൃഗങ്ങൾ ഭക്ഷിച്ചു. അങ്ങനെ പശു
നിന്നുള്ള ആദായം തീരെ ഇല്ലാണ്ട് വന്നപ്പോൾ അവൻ പിന്നീട് ജീവിക്കാനുള്ള മാർഗം കണ്ടുപിടിക്കാൻ ആയുധങ്ങളുമായിട്ട് ഇറങ്ങി. എന്നിട്ട് ആളുകളെ കൊള്ള ചെയ്യുക, പിടിച്ചു പറിക്കുക മുതലായ ജോലികൾ തുടങ്ങി. അവൻ വീണ്ടും പ്രാകൃതൻ്റെ ലെവലിലേക്ക് പോയി. ഭാര്യയും കുട്ടികളെയും പ്രായമായ ഭാര്യയുടെ അച്ഛനെയും അമ്മയും ഒക്കെ പോറ്റാൻ വേണ്ടി. അങ്ങനെയാണ് ഒരിക്കൽ സപ്തർഷികൾ എവിടെയോ പോയിട്ട് തീർത്ഥാടനം കഴിഞ്ഞോ ഏതോ ഒരു വലിയ യജ്ഞം കഴിഞ്ഞ് വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ ചില സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഇവൻ അവരെ തടഞ്ഞു നിർത്തി അത് കൊള്ള ചെയ്യാൻ നോക്കി. അപ്പോൾ അവർ ചോദിച്ചു, നീ ആർക്ക് വേണ്ടിയാണ് ഈ പാപമൊക്കെ ചെയ്യുന്നത്, ഈ പിടിച്ചു പറിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ ഭാര്യയും കുട്ടികളും ഉണ്ട്, എൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയുണ്ട്, എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, ചില ചെറിയ ചെറിയ മൃഗങ്ങൾ എൻ്റെ കുടിലുണ്ടെന്ന് പറഞ്ഞു. ശരി, നീ ഈ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം ഈ ഭാര്യയും കുട്ടികളും നിൻ്റെ ഭാര്യയുടെ അച്ഛനും അമ്മയൊക്കെ അനുഭവിക്കുമോ? നീ ഒരു കാലത്തൊരു ബ്രാഹ്മണ കുട്ടിയല്ലായിരുന്നോ? നീ ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ഗുരുവിൻ്റെ പശുക്കളുമായിട്ട് പശുക്കളെ കൊണ്ട് കാട്ടിൽ പോകുന്നതാണ്, തിരിച്ചു പോയില്ല. നീ മോഹത്തിൽ പെട്ടുപോയി, നിന്റെ കർത്തവ്യം നീ മറന്നു, വഴിതെറ്റിപ്പോയി എന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നു തൻ്റെ പഴയ സംസ്കാരം, ആ ബ്രാഹ്മണ സംസ്കാരത്തെപ്പറ്റിയും. താൻ രാവിലെ 3 മണിക്ക് എണീക്കുകയും കുളിക്കുകയും ജപിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന കാലമൊക്കെ അദ്ദേഹത്തിന് ഓർമ്മ വന്നപ്പോൾ അന്നത്തെ ആ മനസ്സിൻ്റെ ശാന്തിയും സമാധാനവും തനിക്ക് ഇന്നില്ലല്ലോ എന്ന് വാൽമീകി പശ്ചാത്തപിച്ചു. അങ്ങനെ അദ്ദേഹം സന്ധ്യാവന്ദനത്തിന് പോകുമ്പോഴാണ് ഇണ ചേർന്ന് കാമലീലകളിൽ പെട്ടിരുന്ന ആ പക്ഷികളിൽ ഒന്നിനെ ഒരു വേടൻ എയ്തു വീഴ്ത്തുന്നതും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്നും മാ നിഷാദ പ്രതിഷ്ഠാന്ത മഗമ ശാശ്വതീ സമ യത് ക്രൗഞ്ച മിഥുനാദേകം അവധി കാമമോഹിതം. കാമമോഹിതന്മാരായിട്ട് ഇരുന്ന, അതും സാധാരണ രീതിയല്ല, കാമമോഹിതമായിട്ട് അവർ ഉല്ലസിച്ച് ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നിടത്തില്ല. ഇണകളിൽ ഒന്നിനെ വീഴ്ച വേടന നാശവും താൻ സന്ധ്യാവന്ദനത്തിന് വന്ന ആ ദേവതയ്ക്ക് നേട്ടം ഉണ്ടാകട്ടെ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോഴാണ് അതിൽ ഈ സപ്തർഷികളിൽ ഒരാൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ ചൊല്ലിയ ശ്ലോകത്തിൽ ഒന്ന് അതേ രീതിയിൽ ഒരു കവിത, ഒരു വലിയ ഗ്രന്ഥം രചിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ ആദർശപുരുഷനായിരുന്നു ഭഗവാൻ സൂര്യവംശത്തിലെ ദശരഥൻ്റെ മകനായ ശ്രീരാമചന്ദ്രൻ. ശ്രീരാമചന്ദ്രൻ രാവണനെ, സ്വർണം കൊണ്ടുള്ള ലങ്ക ഉണ്ടായിരുന്ന രാവണനെ സമുദ്രത്തിൽ സേതുബന്ധനം ചെയ്ത് തോൽപ്പിച്ചു വധിച്ച ആളാണ്. ആ ശ്രീരാമചരിതം തന്നെ അദ്ദേഹം എഴുതി കഴിഞ്ഞപ്പോൾ ഇനി അത് പഠിപ്പിക്കണം, അത് മറ്റുള്ള ലോകോപകാരത്തിന് പ്രയോജനപ്പെടണമെന്ന് വിചാരിച്ചപ്പോൾ അത് തൻ്റെ ഗർഭിണിയായിരുന്ന സീതയെ തൻ്റെ ആശ്രമത്തിലാണ് ശ്രീരാമൻ ഉപേക്ഷിച്ചിരുന്നത്. അപ്പോൾ ശ്രീരാമൻ്റെ തന്നെ മക്കൾ, സീതയുടെ ഓമന കുഞ്ഞുങ്ങളെ തന്നെ രാമായണം പഠിപ്പിച്ച് ശ്രീരാമൻ്റെ തന്നെ ഒരു യജ്ഞത്തിലേക്ക് ഈ രാമചരിതം അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ശ്രീരാമൻ അത്ഭുതപ്പെട്ടു പോയി. കുട്ടികൾ മഹാ തേജസ്വികൾ, ലവനും കുശനും, ഇവരെ ഇത്ര നല്ല ട്രെയിൻഡ് ആയിട്ട് എടുത്തിട്ട് ഇവർ ഈ പറയുന്ന രാമായണ ഗ്രന്ഥം എൻ്റെ തന്നെ ജീവചരിത്രമാണല്ലോ, അതുകൊണ്ട് ഇത് പ്രചരിപ്പിക്കണം എന്നുള്ള രീതിയിൽ അവർക്ക് വീണ്ടും വീണ്ടും സാഹചര്യം കൊടുത്തു. പക്ഷേ അവർ ആ രാമായണം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രതിഫലം ഒന്നും വാങ്ങിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം പിന്നെ ഇവരെ പറ്റി അന്വേഷിച്ചു. അപ്പോഴാണ് ഈ തേജസ്വികളായ കുട്ടികൾ സീതയുടെ തൻ്റെ സന്താനങ്ങൾ തന്നെയാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ അവരെ പിന്നെ കുട്ടികളെയും സീതയും തിരിച്ചു കൊണ്ടുവരാൻ ആലോചിച്ചു. പക്ഷേ സീതയ്ക്കറിയാം, ഒരിക്കൽ സ്വീകരിക്കും, വീണ്ടും ഉപേക്ഷിക്കും, സ്വീകരിക്കും, ഉപേക്ഷിക്കും, ഇങ്ങനെ ഒരു സ്ഥിരതയില്ലാത്ത രീതി ഉണ്ടായിരുന്നു ശ്രീരാമചന്ദ്രന്. അത് ആ അന്തഃപുരത്തിലെ സ്ത്രീകൾ ആവശ്യമില്ലാത്ത ഏഷണി പറഞ്ഞും കുറ്റം പറഞ്ഞുമൊക്കെ ഈ രാവണൻ്റെ രാജധാനിയിൽ 1 വർഷം കഴിഞ്ഞ സീതയ്ക്ക് എങ്ങനെയെങ്കിലും രാവണൻ്റെ രൂപത്തിൽ മോഹം വന്ന് കാണും. അതുകൊണ്ട് രാവണൻ്റെ രൂപം ഒന്ന് വരച്ച് കാണിക്കാമോ എന്ന് ചോദിക്കുകയും അതിൻ്റെ കപടത അറിയാതെ വരച്ച് കാണിച്ചപ്പോൾ സീതയുടെ ഉള്ളിൽ ഇപ്പോഴും രാവണൻ്റെ രൂപമുണ്ടെന്ന് പറഞ്ഞു വരുത്തി. അങ്ങനെയൊക്കെയാണ് സീതയെ ഉപേക്ഷിക്കാനുള്ള കാരണങ്ങൾ. സ്ത്രീകൾ മഹാചതുരകളാണ്. അതായത് ഈ ജീവിക്കേറ്റം പടുത സഹിതം ജന്തുവർഗത്തിലുണ്ട്, ജന്തുക്കളിൽ പോലും ഉണ്ട്. കുയിൽ മുട്ടയിടുന്നത് കാക്കയുടെ കൂട്ടിലാണ്. ആ കാക്ക തൻ്റെതെന്ന രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നു, അതിന് ആഹാരം കൊടുക്കുന്നു. അത് തന്നെത്താനെ പറക്കാൻ സമയത്ത് ആ കാക്ക കാ കാ എന്ന് ശബ്ദിച്ചിട്ട് പറക്കുകയും കുയിൽ കൂ കൂ എന്ന് ഈ തള്ളപ്പക്ഷിയെ അപമാനിച്ചുകൊണ്ട്
ഈ അവശബ്ദം പുറപ്പെടുവിച്ചാണ് പറന്നു പോകുന്നത്. അപ്പോഴാണ് അതാണ് ഈ ഈ കാക്കകൃഷ്ണ പികകൃഷ്ണ, കാക്കയും കറുത്തതാണ് കുയിലും കറുത്തതാണ്. കോ ഭേദ പിക കാക്കയോഹോ, കാക്കയും കുയിലും തമ്മിൽ എന്താണ് ഭേദം? വസന്തകാലയെ സംപ്രാപ്ത, വസന്തകാലം വരുന്ന അവസരത്തിൽ കാക്ക കാ കാ എന്നും കുയില് കൂ കൂ എന്നും പറയുന്ന കൊണ്ട് അപ്പോഴാണ് തിരിച്ചറിയുന്നൊക്കെ ഒരു കവിതയുണ്ട്. ഇതൊക്കെ സാഹിത്യത്തിലും ഒക്കെ പെട്ടതാണ്. ശുദ്ധമായ സാഹിത്യം അല്ലെങ്കിൽ ആത്മദർശനം, ഷഡ്ദർശനങ്ങൾ എന്ന് പറയുന്നത് ഈ ശൃംഗാരത്തിന് വലിയ താല്പര്യം കൊടുക്കാത്ത, അതാണ് ശ്രീ നാരായണ ഗുരുസ്വാമികൾ കുമാരനാശാനോട് പറഞ്ഞു, ശൃംഗാരത്തിന് വലിയ താല്പര്യം കൊടുക്കണ്ട, ശൃംഗാര രസത്തെ കൂടുതൽ വർണ്ണിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷേ എന്നിട്ടും അദ്ദേഹം വിവാഹിതനായി, അത് അദ്ദേഹത്തിൻ്റെ പ്രാരബ്ധം എന്ന് പറയാം. ഈ അങ്ങനെ മനുഷ്യൻ ഡെവലപ്പ് ചെയ്ത് അവൻ്റെ ഭാഷ, അവൻ നാടകരചന ചെയ്തു, അവൻ ഗദ്യ ഇതിഹാസങ്ങൾ പുരാണങ്ങളൊക്കെ എഴുതി. ഈ ഉപനിഷത്തുകൾ അവൻ്റെ ഉള്ളിൽ എന്ന് തോന്നിയ ആത്മാവിൻ്റെ ബഹിർസ്ഫുരണമാണ് മറ്റ് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. അവരുടെ സംശയം നിവൃത്തി വരുത്തി. ഈ എഴുത്തച്ഛൻ തന്നെ ഇതിൽ ഹരിനാമകീർത്തനത്തിൽ പറയുന്നുണ്ട്, ഈ ലത്വം കലർന്നിതിൽ അകാരത്തിനപ്പരിത് തത്വം നിനക്കിലൊരു ദിവ്യത്വം ഉണ്ടുതവ, കത്തുന്ന പൊന്മണി വിളക്കെന്ന പോലെ ഹൃദി നിൽക്കുന്ന നാഥ ഹരിനാരായണ. അതായത് ഈ മനുഷ്യ ശരീരത്തിൽ ഈ ചൂട് നൽകുന്ന ആത്മശക്തി തൻ്റെ വലത് കൈയുടെ പെരുവിരലിനോളം ആയിട്ട് ഹൃദയസ്ഥാനത്ത് വലത്തെ സ്ഥാനത്തിൻ്റെ താഴെയായിട്ട് തിരിയാണ്. മനുഷ്യൻ ദിവ്യത്വത്തിലേക്ക് പോയി അവൻ ദിവ്യനായിട്ട് തീരുകയാണ്. താൻ എന്തിനെപ്പറ്റി ചിന്തിച്ചോ അതായിട്ട് ആ ദിവ്യ ശക്തിയെപ്പറ്റി ചിന്തിച്ച് അവനും ദിവ്യനായിട്ട് മാറുന്നു. ക്രിയാന്തരാസക്തിമപാസ്യ കീടകോ ധ്യായന്യഥാളിം ഹളിഭാവൃഷതി. എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിച്ച് നിശ്ചിന്തമായിട്ട് ഇരിക്കുന്ന പുഴു തന്നെ പിടിച്ച വേട്ടാളനാണ് പുഴുവിനെ പിടിച്ച് മൺകൂടുണ്ടാക്കി അതിനകത്ത് വെച്ച് അടച്ചിട്ട് പുറത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് ഊതും. അപ്പം ആ ഭയപ്പെട്ട് തന്നെ ഇപ്പം ഇവൻ ഭക്ഷിക്കുമെന്നുള്ള ആ ഭയം കൊണ്ട് ആ പുഴു വേട്ടാളനെ പറ്റി ചിന്തിച്ച് വേട്ടാളനായിട്ട് കൂട് പൊട്ടിച്ച് പുറത്തേക്ക് പോവുകയാണ്. പട്ടുനൂൽ പുഴുവും അങ്ങനെ തന്നെയാണ്. പട്ടുനൂൽ പുഴു തൻ്റെ ഉള്ളിലെ രസം കൊണ്ട് തന്നിൽ നിന്നുണ്ടായ നൂല് പാകി ആ നൂലിൽപ്പെട്ട് അവനത് വലയുക. എന്നിട്ട് പിന്നെ ആ നൂല് കട്ട് ചെയ്ത് അവൻ പറവയായിട്ട് പുറത്തേക്ക് പോകും. ചില സമയത്ത് ഈയാമ്പാറ്റകൾ പറക്കുന്ന കണ്ടിട്ടില്ലേ, കോടിക്കണക്കിന്. 5 മിനിറ്റ് 10 മിനിറ്റ് അരമണിക്കൂറൊക്കെയുള്ള അവർക്ക് ആയുസ്, 1 മണിക്കൂർ. അതിനു മുമ്പേ ഒന്നുകിൽ മറ്റു ജീവികൾ ഭക്ഷിക്കും, അല്ലെങ്കിൽ അവൻ്റെ ചിറക് പറഞ്ഞിട്ട് അവൻ വീണ് നശിക്കുന്നു. വണ്ടേ നീ തുലയുന്നു ഈ വിളക്കും കെടുത്തുന്നത് എന്നാണ്. വണ്ട് വന്ന് വിളക്ക് കെടുത്തുന്നു, തന്നെ തൻ്റെ ചിറകോ ഏതെങ്കിലും ഒരു അംഗം കരിഞ്ഞ് അവിടെ കിടന്ന് മരിക്കുന്നു. അതാണ് വണ്ടേ നീ തുലയുന്നു ഈ വിളക്കും കെടുത്തുന്നത്. നീ സ്വയം നശിക്കുന്നു, ഈ മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുത്ത് നിനക്കും വെളിച്ചം തന്നിരുന്ന ആ വെളിച്ചത്തിനെ നീ കെടുത്തുന്നു. ഒരു അത്ഭുത ശക്തിയെപ്പറ്റി ചിന്തിക്കുന്നവനെയാണ് ആത്മജ്ഞാനി അല്ലെങ്കിൽ ഫിലോസഫർ എന്ന് പറയുന്നത്. ഫിലോസഫിയും ദാർശനികന്മാരും തമ്മിൽ വ്യത്യാസമുണ്ട്. ദാർശനികം എന്ന് പറയുമ്പോൾ അതിൽ കവിഞ്ഞ അൾട്ടിമേറ്റ് ട്രൂത്താണത്. ഫിലോസഫി എന്ന് പറയുമ്പോൾ ചില വിചാര ബുദ്ധിയുടെ പരിധി വരെയൊക്കെ പോകുന്നുള്ളൂ. സാധാരണ രീതിയിൽ പല ഫിലോസഫിയുണ്ട്. എന്നാൽ ഫിലോസഫി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദർശനങ്ങൾ ഇതാണ്, ആത്മാനുഭവത്തെയാണ്. പ്രപഞ്ച രഹസ്യം എവിടെയാണോ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അത് ആ പ്രപഞ്ച രഹസ്യത്തിൻ്റെ ഉൽപ്പത്തി ഏത് പോയിന്റിലാണോ അതിനെയാണ് നമ്മൾ സഹസ്രാരം അല്ലെങ്കിൽ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നിങ്ങനെ നമ്മൾ ഈ യോഗശാസ്ത്രത്തിൽ പറയും. അതുപോലെ ശരീരത്തിന് സ്ഥിരമായി ചില പോസ്റ്ററിൽ ചില രീതിയിൽ ഇരിക്കുമ്പോൾ മനുഷ്യ ശക്തി ഉണരുന്നുണ്ട്. അങ്ങനെ മനുഷ്യൻ തൻ്റെ ഉള്ളിലെ പ്രപഞ്ചത്തിൻ്റെ അനന്തമായ രഹസ്യം കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞ് അവൻ അതിൽ ലയിച്ച് എങ്ങനെയാണോ വണ്ട് തേൻ കുടിച്ച് കഴിയുമ്പോൾ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് വന്ന വണ്ട് പതുക്കെ നിശബ്ദനായിട്ട് ആ തേനിൻ്റെ രുചിയിൽ മഗ്നനായിരിക്കുന്ന മാതിരി തന്നെയാണ് ഈ യോഗി. ക്രിയാന്തരാസക്തിമപാസ്യ അതുപോലെ
തഥൈവ യോഗി പരമാത്മതത്വം ധ്യായൻ സമായാതിദേഹ നിഷ്ഠയ. അങ്ങനെ യോഗി പരമാത്മനിഷ്ഠയിൽ ഇരുന്ന് അനന്തമായ ശാന്തിയും സമാധാനവും തൻ്റെ ഉള്ളിലെ അനന്തമായ രഹസ്യങ്ങളും ഒക്കെ അവന് മനസ്സിലാക്കുന്നു, കാണുന്നു. രമണ മഹർഷിയുടെ ജീവിതത്തിൽ അദ്ദേഹം പല ദിവ്യ ദർശനങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട്. ആ തിരുവണ്ണാമലയ്ക്കുള്ളിൽ ചില പ്രത്യേക, ഇപ്പോൾ രാമായണം വായിക്കുമ്പോൾ സ്വയംപ്രഭ എന്ന യോഗിനി ഒരു വലിയ ഗുഹയ്ക്കകത്ത് ഇരിക്കുന്നതായിട്ടും അവിടെ വെള്ളവും ഇതും ഉള്ളതായിട്ടും ചില സ്ഥലത്ത് ധാരാളം ഫലങ്ങളും തേനും പാലും ഒക്കെ ഉള്ള ദ്രവ്യങ്ങൾ കുടിക്കാനുള്ളതായിട്ടൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഉള്ളതാണ്. അത് സോഴ്സ് കണ്ടുപിടിക്കണം. തൻ്റെ ഉള്ളിൽ ഉള്ളതേ ഉള്ളൂ പുറത്ത്. തൻ്റെ പുറത്തില്ലാത്തതെല്ലാം തൻ്റെ ഉള്ളിലുണ്ട്. താൻ സ്വയം പൂർണ്ണനാണ്. അതുകൊണ്ടാണ് ഹിന്ദു ശാസ്ത്രത്തിൽ എപ്പോഴും ദർശനത്തിൽ ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ അവശിഷ്യതേ എന്ന് പറയുക. എന്നിട്ട് ഓം ശാന്തി 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 എന്ന് പറഞ്ഞ് തീർക്കുന്നത് എന്തുകൊണ്ടാണ്? കാലേ വർഷത പർജന്യ, വേണ്ട സമയത്ത് മഴ വേണം. പൃഥ്വി സസ്യശാലിനി, ഭൂമി ധാരാളം സസ്യങ്ങൾ കൊണ്ട് സമൃദ്ധമാകട്ടെ. അങ്ങനെ സമൃദ്ധമായിട്ട് ഫലവർഗ്ഗങ്ങളുണ്ടാകട്ടെ, ധാരാളം ഭക്ഷിക്കാനുള്ള ഫലങ്ങളുണ്ടാകട്ടെ. ദേശോയം ക്ഷോഭരഹിത, ഇടിമിന്നൽ, ഇടിയും ഉരുൾപൊട്ടലും അതുപോലെയുള്ള ഉരുൾപൊട്ടലും ഭൂകമ്പമൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഭൂമി ശാന്തമായിരിക്കട്ടെ. കാലേ വർഷത് പർജന്യ പൃഥ്വി സസ്യശാലിനി ദേശോയം ക്ഷോഭരഹിത. അങ്ങനെ എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ. മറ്റ് ദുർജന സജ്ജനോ ഭൂയാത്, ദുഷ്ടന്മാർ സജ്ജനങ്ങളാകട്ടെ. സജ്ജനങ്ങൾക്ക് സുഖമുണ്ട്. ദുർജന സജ്ജനോ ഭൂയ സജ്ജന സുഖമാപ്ത. അങ്ങനെ സുഖിച്ച് അവന് ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ. അവൻ മറ്റുള്ളവർക്കും അത് പറഞ്ഞു കൊടുക്കട്ടെ. അങ്ങനെ പരമ്പരാഗതമായിട്ട് വിദ്യ കൈമാറ്റം ചെയ്തു പോകണം. ബോധവൽക്കരണം വേണം. മനുഷ്യ പ്രകൃതി മാറുന്നത് അവൻ്റെ വായനയും അവൻ്റെ ഇടപഴകലും ഒക്കെ കൊണ്ടാണ്. നല്ലവരുമായിട്ട് സമാധാനപ്രിയന്മാരും അഹിംസാവാദികളുമായിട്ടുള്ള ആളുകളുമായിട്ട് കൂടുക, ആത്മതത്വം ചർച്ച ചെയ്യുക, നല്ല വാക്ക് സംസാരിക്കുക, നല്ല കീർത്തനങ്ങൾ ഗദ്യവും പദ്യവും ഒക്കെ മനസ്സിലാക്കുക. ഇന്നിപ്പം എല്ലാ രീതിയിലും ചിലർ പറയും കലിയുഗമാണെന്ന്. പക്ഷേ ഒരു പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും നല്ല സമയമാണ്. അവന് പെട്ടെന്ന് മോക്ഷം ലഭിക്കുന്നു, അല്ലെങ്കിൽ അകത്തെ വെളിച്ചം, രഹസ്യം, നിഗൂഢത വെളിപ്പെടുന്നു. ഇതൊക്കെ